നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. താൻ ഇവരെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവരാൻ പോയതാണോ? ഇവർ ഈ വീട്ടിലേക്ക് വരുന്നത് ഞങ്ങൾക്കാർക്ക് ഇഷ്ടമല്ലെന്ന് തനിക്ക് അറിഞ്ഞൂടെ? താൻ എന്തിനത് ചെയ്തേ? സച്ചേട്ടാ, അത് ഇപ്പോ എന്റെയും കൂടി അടുത്തിമാരാണല്ലോ. അതുകൊണ്ട് ഞാൻ വിളിച്ചാ പോരെ? രണ്ടിടത്തിമാരും അകത്തേക്ക് വാ. ആ, ഇരിക്കാം. ഇരിക്കാനൊന്നും സമയമില്ല, താല്പര്യവുമില്ല. ഞങ്ങൾ വന്ന കാര്യം പറഞ്ഞിട്ട് പോവാം. അല്ല, രണ്ടുപേർക്കും ഈ ചായ എടുത്ത് കുടിക്കാം. ഇവർക്ക് വേണ്ടി ഉണ്ടാക്കിയതാ. ഇനിയിപ്പോ നിങ്ങൾ കുടിക്കേ. ഇയാളേതാ? അല്ല, ഞാൻ ധനുഷിന്റെ. ആരായാലും ഒന്ന് പോവാവോ? ഞങ്ങൾക്ക് കുറച്ച് സംസാരിക്കാനുണ്ട്. അല്ല, അതിപ്പോ മൂർത്തി. എടത്തിമാര് പറയണം എന്താണോ പറയാൻ വന്നത്. ഇന്ന് തന്നെ ഇവിടേക്ക് വരണമെങ്കിൽ അതില് വലിയ എന്തോ കാര്യം ഉണ്ടാവണം, അല്ലേ? കാര്യമുണ്ട്. ഞങ്ങളിപ്പോ ഇവിടെ നിൽക്കുന്നത് അച്ഛൻ പറഞ്ഞിട്ടാ. നിങ്ങൾ ഇറങ്ങിയതിനു ശേഷം അച്ഛന് വയ്യാണ്ടായി. ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. തൽക്കാലം പ്രശ്നമൊന്നുമില്ല. എങ്കിലും അവിടെ വെച്ച് അച്ഛൻ എന്നോട് ആവശ്യപ്പെട്ടൊരു കാര്യമുണ്ട്. അച്ഛൻ വീട്ടിലേക്ക് എത്തുമ്പോൾ നിങ്ങൾ അവിടെ ഉണ്ടാവണമെന്ന്. ഉണ്ടാവുന്ന വാക്ക് കൊടുത്തിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ആ വാക്ക് പാലിക്കാനാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. വാക്ക് കൊടുത്തിട്ടുണ്ടാവും. അത് പക്ഷെ അച്ഛനായിരിക്കില്ല, എന്റെ ഏട്ടന്മാർക്കായിരിക്കും. അച്ഛന്റെ പേരും പറഞ്ഞ് ഞങ്ങൾ അവിടെ എത്തിക്കണം, പ്രത്യേകിച്ച് ധനുഷിനെ, എന്നിട്ട് അപകടപ്പെടുത്തണം. അതല്ലേ നിങ്ങളുടെ ഈ വരവിന്റെ ഉദ്ദേശം? നീ നിന്റെ ഏട്ടന്മാരെ മനസ്സിലാക്കിയത് അങ്ങനെയായിരിക്കും. എന്റെ ഭർത്താവ് ഉൾപ്പെടുന്ന അവിടുത്തെ ആണുങ്ങൾ ആരെയും വിളിച്ചു വരുത്തി ചതിക്കില്ല. ആ ബോധ്യം നിന്നേക്കാൾ നന്നായിട്ട് എനിക്കുണ്ട്. മോളെ, നീ ധനുഷിനെ സ്നേഹിച്ചു, എല്ലാവരെയും എതിർത്തു. പക്ഷേ നിങ്ങളായിട്ട് തന്നെ നിങ്ങളുടെ ജീവിതം തിരഞ്ഞെടുത്തു. നീ ധനുഷിനെ വിവാഹം കഴിച്ചതോടെ ധനുഷ് നെല്ലിശ്ശേരിയുടെ ഒരു ഭാഗമായി കഴിഞ്ഞു. അതിനെ അംഗീകരിച്ചാലും ഇല്ലെങ്കിലും സേതുമാധവൻ എന്ന നമ്മുടെ അച്ഛന്റെ മരുമകൻ തന്നെയാ ധനുഷും. അത് അംഗീകരിച്ചതുകൊണ്ടാ വിളിച്ചോണ്ട് ചെല്ലാൻ ആവശ്യപ്പെട്ടത്. അതൊന്നും ആവില്ല ഏട്ടത്തി. ഇതുപോലൊരു വാടക വീട്ടില് ഞാൻ താമസിക്കുന്നതിന്റെ കുറച്ചിലായിരിക്കും എല്ലാവർക്കും. എന്നാലേ എനിക്ക് ആ കുറച്ചിലില്ല. ധനുഷിന്റെ ഒപ്പം എവിടെ താമസിക്കാനും ഞാൻ തയ്യാറാ. അതുകൊണ്ട് എല്ലാവരോടും പോയി പറഞ്ഞേക്ക്, ഞങ്ങളിനി അങ്ങോട്ട് വരുന്നില്ലാന്ന്. സ്നേഹി, നീ ചതിച്ചോന്നറിഞ്ഞിട്ടും അവിടേക്ക് വന്നപ്പോ നിന്നോടെല്ലാം ക്ഷമിച്ച് വീട്ടിലേക്ക് ക്ഷണിച്ച ആളാ ആശുപത്രിയിൽ വയ്യാതെ കിടക്കുന്നത്. അതും നീ കാരണം. ഇനി നീ വരുന്നില്ല എന്ന് ഞാൻ ചെന്ന് പറയുമ്പോ അച്ഛൻ വീണ്ടും വിഷമിക്കുള്ളൂ. ഇനിയും അദ്ദേഹത്തെ വേദനിപ്പിക്കരുത്. നിങ്ങൾ ഞങ്ങളുടെ കൂടെ വാ. നിങ്ങൾ പൊക്കോ. ആദ്യം ഞങ്ങൾ ആലോചിച്ച് തീരുമാനിക്കട്ടെ. വന്നപ്പോ ഇറക്കി വിട്ടല്ലേ, ഇനി ആലോചിച്ചിട്ടേ വരുന്നുള്ളൂ. സ്നേഹ, നിന്നെപ്പോലെ തന്നെ ദേഷ്യവും അമർഷവും എനിക്കുമുണ്ട്. പക്ഷേ അത് കാണിക്കേണ്ട സമയം ഇതല്ല. പിന്നെ നമുക്ക് ദേഷ്യമുള്ളവരല്ലല്ലോ ഇപ്പൊ നമ്മളെ വിളിക്കുന്നത്. അച്ഛനല്ലേ. ആ വലിയ മനുഷ്യന്റെ മനസ്സിനെ വേദനിപ്പിച്ച ഒരിക്കലും നമ്മുടെ ജീവിതം രക്ഷപ്പെടില്ല. ഈ അവസ്ഥയിൽ നമ്മൾ വാശി പിടിക്കുന്നത് നല്ലതല്ല. നമുക്ക് പോണം. അച്ഛനെ കാണണം. അത് അദ്ദേഹത്തിന് വലിയൊരു ആശ്വാസമായിരിക്കും. ധനുഷ്, അത് സ്നേഹം ഒന്നും പറയണ്ട. ആദ്യം അവിടെ പോയി അദ്ദേഹത്തെ കാണാം. ബാക്കിയൊക്കെ പിന്നീടല്ലേ. നിന്റെ ഏട്ടന്മാര് എന്ത് പ്രശ്നം ഉണ്ടാക്കിയാലും ശരി, നമ്മൾ ഇന്ന് തന്നെ വീണ്ടും വീണ്ടും അവിടേക്ക് പോകും.
നിങ്ങൾ പുറത്തേക്ക് നിൽക്കുക, ഞങ്ങളിപ്പോൾ വന്നേക്കാം. അച്ഛന് മാത്രമല്ല, ഈ ഏട്ടത്തിക്കും നിങ്ങൾ അവിടെ താമസിക്കുന്നതന്നെയാ ഇഷ്ടം. എന്റെ കൺമുന്നിൽ വേണം നിങ്ങൾ ജീവിക്കാൻ. സ്വത്തിന് വേണ്ടിയുള്ള മത്സരം നടക്കല്ലേ, ആ മത്സരത്തില് ഞാൻ ജയിക്കണമെങ്കിൽ നിങ്ങൾ അവിടെ വേണം. എപ്പോഴും ഞാൻ കൂടെ തന്നെ കാണും. അതെന്റെ മാത്രം ആവശ്യ. നിങ്ങൾ അറിഞ്ഞതൊക്കെ ഉള്ളത് തന്നെയാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. അതൊക്കെ ഞങ്ങളുടെ കുടുംബകാര്യമല്ലേ, ഞങ്ങൾ തന്നെ നോക്കിക്കോളാം. അർച്ചന, ഞാൻ തന്നെ വിളിക്കാൻ തുടങ്ങായിരുന്നു. ഹോസ്പിറ്റലിൽ നിന്ന് ആരോടും പറയാതെ എങ്ങോട്ടാ പോയത്? താൻ ഇവരെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവരാൻ പോയതാണോ? ഇവർ ഈ വീട്ടിലേക്ക് വരുന്നത് ഞങ്ങൾക്കാർക്കും ഇഷ്ടമല്ലെന്ന് തനിക്ക് അറിഞ്ഞൂടെ? താൻ എന്തിനാ ഇത് ചെയ്തേ? സച്ചേട്ടാ, അത് നന്ദേട്ടാ, ഞാനാ ഇവരിങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവന്നത്. ഇവർക്കൊരു കുഴപ്പമില്ലെന്ന് വാക്ക് കൊടുത്തിട്ട്. അർച്ചന വാക്ക് കൊടുത്താലും ഇല്ലെങ്കിലും ഇവിടേക്ക് വന്നാൽ കുഴപ്പമുണ്ടാവുമെന്ന് ഇവനറിയാലോ. ഇവനോട് പറഞ്ഞല്ലേ ഇനി ഇവിടേക്ക് വരില്ലെന്ന്. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.